തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി യുവതിയുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷ്. താൻ നിരപരാധിയാണെന്നും IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. എന്നാൽ സുഗാന്ത് സുരേഷിന്റെ അവകാശവാദങ്ങൾ തള്ളി IB ഉദ്യോഗസ്ഥരുടെ കുടുംബം രംഗത്തെത്തി. ഒളിവിൽ കഴിയവെയാണ് സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. IB ഓഫീസറുടെ മരണത്തിൽ പങ്കില്ലെന്ന് ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഒരു ഘട്ടത്തിലും IB ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയിട്ടില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരാളാണ് താനെന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ തള്ളിയ IB ഉദ്യോഗസ്ഥയുടെ കുടുംബം വിവാഹാലോചന നടന്നിട്ടില്ലെന്നും ഒഴിഞ്ഞുമാറാനാണ് സുഗാന്തും കുടുംബവും ശ്രമിച്ചതെന്നും കുറ്റപ്പെടുത്തി. നമ്മൾ ഇക്കാര്യം മോളോട് ആദ്യമേ കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞു അവരുടെ വീട്ടുകാർ ഇവിടെ വന്ന് അന്വേഷിക്കാൻ. എന്നാൽ അവർ അത് ഒഴിഞ്ഞു മാറുകയല്ലാതെ വരികയോ നമ്മളെ വിളിക്കുകയോ യാതൊരു അതുമായി തുടർന്നുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരിവിടെ വന്നു എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. അതേസമയം ലൈംഗിക ചൂഷണമടക്കം നടന്നുവെന്ന് പരാതി ലഭിച്ചിട്ടും സുഗാന്തിനെതിരെ IBയും പോലീസും ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. സുഗാന്ത് IB ചട്ടങ്ങൾ ലംഘിച്ച് ഒളിവിൽ തുടരുന്നതായാണ് വിവരം. അവധിക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ ലീവ് അഡ്രസ് നൽകണമെന്ന ഇന്റലിജൻസ് ബ്യൂറോയിൽ ചട്ടമുണ്ട്. എന്നാൽ അവധി അപേക്ഷയോ ലീവ് അഡ്രസ്സോ ഇല്ലാതിരുന്നിട്ടും സുഗാന്തിന്റെ കാര്യത്തിൽ തുടർ നടപടികളില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.